എങ്ങനെ എവിടെന്ന് ഈ പേഴ്സ് നമ്മുടെ ബാഗിലായെന്ന് എത്ര ഓർത്തിട്ടും ഒരു പിടിയുമില്ല. എന്റെ ഫലമായ സംശയം ഇനി ഷോപ്പിൽ വെച്ച് ബാഗ് മാറിപ്പോയോന്നാ. നീ ആ പേഴ്സ് ശരിക്കും നോക്ക് സുനിലെ, അതിൽ വല്ല അഡ്രസ്സോ നമ്പറോ ഉണ്ടാവും. ഒന്നുമില്ല ആനന്ദേട്ടാ, ഇതൊരു പുതിയ പേഴ്സാ. എനിക്കാകെ പേടിയാവുന്നു. അത് ഈ പണവും പ്രശസ്തിയൊക്കെ അല്ല. ഇങ്ങതാ, ഈ പണമൊക്കെ വരുമ്പോ സാധാരണ മനുഷ്യന്മാർക്ക് വരുന്നതാ. പേടിക്കണ്ട, മാറിക്കോളും. അല്ല സുനിലെ, റോഷൻ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ആനക്കാര്യത്തിന്റെ ഇടയിലെ ചേനക്കാരെന്ന് പറഞ്ഞ ഫോൺ കട്ടി. ഇനിയിപ്പോ ഇതിന്റെ യഥാർത്ഥ ആളെ തപ്പിപ്പിടിക്കാന്ന് പറയുന്നത് എളുപ്പല്ല. അതുകൊണ്ട് ഇത് തുല്യായി വീതിക്കണം എനിക്ക് പറയാനുള്ളത്. അത് പോയിന്റ് ആനന്ദേട്ടാ, കലക്കി മുത്തേ. ഏയ് അതൊന്നും ശരിയാവില്ല. ഇതേതോ പാവത്തിന്റെ കാശാ. ഏത് പാപത്തിന്റെ? പാപത്തിന്റെ അല്ല, പാവത്തിന്റെ. പാറു, വക്കച്ചന്റെ വാ. ഓ ബാ. ടോണി വിളിച്ചു പറഞ്ഞാലോ? അവന്റെ ഫോൺ കുറെ നേരമായി സ്വിച്ച് ഓഫാ. ഹോ, ആദ്യമായിട്ടാ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് കേൾക്കുന്നത്. എന്റെ തീരുമാനം തന്നെയാ ശരി. ഇതേതോ പാവത്തിന്റെ കാശ, അതുകൊണ്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് തന്നെ കൊടുക്കണം. ആ, എനിക്കറിയാവുന്ന ഒരു അനാഥ മന്ദിരം ഉണ്ട്. അവിടെ കൊടുത്താലോ? നാളെ ഞാൻ അതുവഴി പോകണ്ടേ, അവിടെ കൊടുക്കാം. 30,000 രൂപ നിന്റെ കയ്യിൽ തരാനാ? എടാ നിനക്ക് വിവരല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? ഞങ്ങൾ അങ്ങനെ ചെയ്യോടാ? വിശ്വാസം ഇല്ല അല്ലേ? ഇല്ല, തീരെ ഇല്ല. നിങ്ങളിപ്പോ ഇത് പറ, ഈ പൈസ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സാറ പറഞ്ഞതിനോടാ യോജിപ്പ്. എനിക്ക് പിന്നെ ഞാനായിട്ട് എന്തിനാ എതിർക്കുന്നത്? എനിക്കും സമ്മതം. അയ്യടാ, അതിന് നിന്റെ സമ്മതോടെ ആരാ ചോദിച്ചത്? ആരും ചോദിച്ചില്ല. നമ്മളൊക്കെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അഭിപ്രായം പറയേണ്ടത് മര്യാദയില്ലേ? ഓഹോ, എന്നാ സുനിൽ മോൻ മര്യാദയ്ക്ക് ചെന്ന് മോന്റെ പണി നോക്ക്. ഇതേ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന്. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കാശ് കിട്ടിയപ്പോ നമ്മളെ സൈഡാക്കി. 1 2 ചിഞ്ചു വേണ്ട, എന്നോട് മിണ്ടണ്ട. നിന്നോട് മിണ്ടിയില്ലേ പിന്നെ ഞാൻ ആരോട് മിണ്ടാനാ മോളെ? സ്കൂൾ എരിപ്പെണ്ണായിരുന്നല്ലോ, അവളോട് പോയി മിണ്ടാ മതി. അവളോട് മിണ്ടുന്ന പോലെയാണോ നിന്നോട് മിണ്ടുന്നത്? നീ എന്റെ ചിഞ്ചു അല്ലേടാ. എന്നിട്ടാണോ എന്നെ കാണുമ്പോ എപ്പോഴും ഓടി മറയുന്നത്? എന്തിനാ എല്ലാരോടും എനിക്ക് വട്ടാന്നൊക്കെ പറയുന്നേ? ടോണി മോനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ അത് കേട്ടോണ്ട് നിന്നിട്ടുണ്ടോ ചിഞ്ചു ഇതുവരെ? എന്നാ എന്നെ ആരെങ്കിലും കളിയാക്കാം, അപ്പൊ ടോണി മോൻ അതിന്റെ കൂടെ കൂടും. എന്താ നീ അങ്ങനെ? ചിഞ്ചു, അതൊക്കെ തമാശക്കല്ലേ. യഥാർത്ഥത്തിൽ നമ്മളാണ് ഒന്നിക്കേണ്ടവർ. അവസാനം അവസാനം എന്ന് പറഞ്ഞാ അവസാനം. ഇപ്പൊ അതല്ല പ്രശ്നം, എന്റെ പേഴ്സ് കളഞ്ഞുപോയി. ആണ് ടോണിക്കുട്ടാ, എപ്പോഴാ പോയത്? അത് പിന്നെ എപ്പോ പോയെന്നുള്ള അവിടെ കേട്ടെ. ഇപ്പൊ ഇവിടെ ബില്ല് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഈ കാശ് വല്ലതും ഇരിപ്പുണ്ടോ ചിഞ്ചുവിന്റെ കയ്യില്? താങ്ക്സ് പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം. ടോണിമോൻ പറയാതിരിക്കണ്ട, പറഞ്ഞോ. ടോണിമോൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ടോണിമോൻ പറയാത്തൊരു വേർഡാ അത്. അത് ഇന്നായിക്കോട്ടെ, പറഞ്ഞോ. ഓക്കെ, താങ്ക് യു ചിഞ്ചുകുട്ടി. ഇതിവിടെ ഇരിക്കട്ടെ. നന്നായിട്ടുണ്ടായിരുന്നു. ശല്യം. അതെ, നിങ്ങളുടെ ഈ അഫയർ ഉണ്ടല്ലോ സ്കൂളിലും കോളേജിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആണോ? അതായിരുന്നു ലൈഫ്. ഞാനും ടോണിമോനും കൂടി എന്തൊക്കെ കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇല്ല, എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്? വേണ്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ വേറെ ദിവസം പറയാം. എന്താ ടോണി ഇത്? പറ ചിഞ്ചു. ചിഞ്ചു സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസാ. എന്നിട്ട് പറ, എന്തൊക്കെ ഒപ്പിച്ചു ടെന്റുമോനും ടെന്റുമോളും കൂടി? അതായിരിക്കാ? എനിക്കറിയില്ലല്ലോ അവരെ. ഇതാ ഞാൻ പറഞ്ഞു. എന്താ ടോണിമോൻ പറഞ്ഞത്? എനിക്ക് വട്ടാന്നാ? വട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചിഞ്ചുമോൾക്കല്ല. ഇവന്റെ ഫ്രണ്ടില്ലേ ആനന്ദ്, അവന്. ശരിയാ ടോണിമോൻ പറഞ്ഞത്. എനിക്കും തോന്നിയിട്ടുണ്ട് ആനന്ദേട്ടന് വട്ടുണ്ട്. അതൊക്കെ പോട്ടെ ടോണിക്കുട്ടാ, നിന്റെ പഴയ കുസൃതികളൊക്കെ എവിടെ പോയി? അത് ഈ ആളുകൾ വളരും തോറും അതൊക്കെ പോയി പക്വത എത്തുമല്ലോ. അങ്ങനെ എപ്പോഴും അതെല്ലാം കൈമോശം വന്നു പോയി. എന്നിട്ട് ഞാൻ ആ ഒന്നും കളയാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അത് മോള് വളർന്ന കാര്യം മോൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ. പിന്നെ എന്നാ ചിഞ്ചു പൊക്കോ, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. ലേനു
ഇല്ല, ഒരു തിരക്കുമില്ല. ഇന്ന് മുഴുവൻ ദിവസം ചിഞ്ചുടെ. അപ്പൊ ഇന്ന് ടോണിമോൻ ഉണ്ടാവല്ലോ. ഉണ്ടാക്കാം, ടോണിമോനെ ഉണ്ടാക്കാം. വാ ചിഞ്ചു, നമുക്ക് പോവാം. വാ വാ വാ. അയ്യോ, ഇവളെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവള് പഴയതോരോന്ന് പറഞ്ഞ് അനുവിനെ വെറുപ്പിക്കും. മോനെ നീരജേ, നിന്റെ ഒരു ഹെൽപ്പ് വേണം പ്ലീസ്.